സുന്ദരവർമ്മൻ. സുബ്രഹ്മണ്യ സ്വാമി എന്ന ഒരു ഗുരുക്കളുണ്ട് അവിടെ. അദ്ദേഹം ഓരോ അമ്പലങ്ങളായി ചെല്ലും. ഏത് അമ്പലത്തിന്റെ കലശങ്ങളിൽ ഇരടിയം ഇറങ്ങിയിട്ടുണ്ട്. പഞ്ചലോക വിഗ്രഹം എവിടെയുണ്ടെന്ന് നോക്കിയിട്ട് ഇന്ദ്രവർമ്മന്റെ അടുത്ത് പറയും. അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങളുടെ നാട്ടിലെ മുരുകന്റെ ക്ഷേത്രം. ഇന്ദ്രവർമ്മ, വരണം വരണം, ഇരിക്കൂ സ്വാമി. മുരുകൻ ക്ഷേത്രത്തിലെ കലശത്തില് ഇറേഡിയമുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഗണപതിയുടെ വിഗ്രഹമുണ്ട്. ബാക്കിയെല്ലാം നീ നോക്കിക്കോണം, കേട്ടല്ലോ. വളരെ സന്തോഷം. സ്വാമിക്ക് വരേണ്ടത് കൃത്യമായി എത്തിച്ചോളാം. വളരെ സന്തോഷം. ഈ കാര്യം കേട്ട ഇന്ദ്രവർമ്മൻ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിലേക്ക് വന്നു. ചേട്ടാ, എപ്പോഴും വരാത്ത ആൾ ഇന്ന് വന്നിരിക്കുന്നല്ലോ. എന്തെങ്കിലും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വരൂ സ്വാമി, നടന്നേ. ചേട്ടാ, ഇരിക്കൂ. നമ്മുടെ ജില്ലയില് 20 പുരാതന ക്ഷേത്രങ്ങൾ പുതുക്കി പണിയാൻ സർക്കാർ അനുമതി തന്നിട്ടുണ്ട്. അതില് നമ്മുടെ ക്ഷേത്രവും. അനുഗ്രഹം. എന്താ, സന്തോഷമായില്ലേ? വളരെയധികം സന്തോഷം. ദേവി വിഗ്രഹം എടുത്തോണ്ട് പോവാണല്ലോ. അയ്യോ, കലശവും വിഗ്രഹവും മോഷ്ടിക്കുന്നത് കണ്ട നമ്പൂതിരി പേടിച്ചു പോയി. ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു വഴക്കിട്ടു. ദൈവത്തിന്റെ വിഗ്രഹമാണ്, അത് എടുത്തോണ്ട് പോവാ. നമ്പൂതിരി പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ഞാൻ ഇന്ദ്രവർമ്മനോട് പറഞ്ഞു. ക്ഷേത്രം മാത്രമല്ല, വിഗ്രഹങ്ങളും പുതുപ്പിക്കണം. നമ്മുടെ ക്ഷേത്രത്തിലേത് മാത്രമല്ല, എല്ലാ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും പുതുപ്പിക്കണം. അമ്പലം പുതുക്കി പണിയുന്നതിന്റെ പേരിൽ വിഗ്രഹങ്ങളും ആഭരണങ്ങളും എല്ലാം നമ്മൾ എടുത്തോണ്ട് പോവാം. ഇതില് മന്ത്രിക്കും സർക്കാരിനും പിന്നെ ദേവസ്വം ബോർഡിനും നിങ്ങൾക്കും ഷെയർ ഉണ്ട്. അയ്യോ അയ്യോ. വീരമണി, എടുത്തോ തിരുമേനി. വേണ്ട വേണ്ട, ഈ പാവൊന്നും ചെയ്യിക്കല്ലേ, ചെയ്യിക്കല്ലേ. തിരുമേനി, എന്താ ഇത്? ഒരുമാതിരി കുട്ടികളെ പോലെ മണി മണി മണി. ഇത്രയും നാള് നിങ്ങൾ മണി അടിച്ചതല്ലേ തിരുമേനി? എടുത്തോ. ദൈവത്തിന്റെ ശാപം വാങ്ങിച്ചു കേട്ടാണോ? ദേവി ദേഷ്യക്കാരിയാണ്, അവള് വിടൂല. വേണ്ട, എനിക്ക് പണം വേണ്ട. ഇങ്ങനെയുള്ള പാവങ്ങൾ ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. നമ്പൂതിരി കാശിന് കീഴടങ്ങാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ അനിയൻ സുന്ദരവർമ്മനെ കൊണ്ട് പേടിപ്പിച്ചു. നിക്കണോ? നോക്ക്, കലശത്തിനെ കുറിച്ച് പുറത്ത് പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ. തിരക്ക് പിടിച്ച് ഇതൊക്കെ ചെയ്തല്ലോ, ഇത് തെറ്റല്ലേ? മുരുക, ക്ഷമിക്കണേ മുരുക, 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 മുരുക. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണേ മുരുക, വിടരുത് മുരുക. ഇതെല്ലാം ആരോട് പറയും? വഴി വഴിയുണ്ട് മുരുക. കലുഷവും ശിലയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ കാരണത്തിനു വേണ്ടി ഇന്ദ്രവർമ്മനെ പോലെയുള്ള വലിയ കാശുകാരനായ ലോറി പാണ്ടിന്റെ അടുത്തേക്ക് രക്ഷിക്കണം മുതലാളി. ഇതെന്തിനാ പൂജാരി നമ്മുടെ അടുത്തേക്ക് വരുന്നത്? എന്താ അയ്യരെ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നേ? മുരുകനെ ഉടനെ രക്ഷിക്കണം, ഉടനെ നിങ്ങൾ വരണം. എന്തായി പറയുന്നേ? മുരുകന്റെ വിഗ്രഹത്തെ മോഷ്ടിച്ചോണ്ട് പോയി, അതൊന്ന് വന്ന് അന്വേഷിക്കണം. എന്താ പൂജാരി, എന്തായി പറയുന്നേ? നമസ്കാരം. എത്ര പറഞ്ഞാലും അനുസരിക്കില്ലല്ലേ? അപ്പൊ ഞങ്ങൾക്ക് തന്നെ പഞ്ചായത്തല്ലേ? നോക്ക്, നല്ല പണം തരാമെന്ന് പ്രലോഭിപ്പിച്ച് മുരുകന്റെ ക്ഷേത്രത്തിൽ നിന്നും കലശം മോഷ്ടിച്ചിരിക്കുക. അറിയാതെ സംഭവിച്ചാണെന്ന് ഞാൻ കരുതിക്കോളാം. ഈ നാട്ടുകാരൊക്കെ അറിയുന്നതിന് മുമ്പ് ആ കലശവും ഞങ്ങളുടെ ആ വിഗ്രഹവും തിരിച്ചെങ്ങ കൊണ്ടുവച്ചേക്ക്. എടുത്ത് തിരിച്ചു വെക്കുന്ന ശീലം ജീവിതത്തിൽ ഇതുവരെ ഇല്ല, നടക്കില്ല. തനിക്ക് വേണമെങ്കിൽ ഇവന് തിരുമേനിക്ക് എത്ര പേർക്ക് വേണമെങ്കിലും തരാം. അത് വാങ്ങിച്ചോണ്ട് വീട്ടിൽ പോവാൻ നോക്കും. അതല്ല ചേട്ടാ, കൂടുതൽ സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല.
മര്യാദക്ക് തരുന്നത് വാങ്ങിച്ചോണ്ട് സ്ഥലം വിടാൻ നോക്ക. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ ചേട്ടാ. ഇത് ഞങ്ങളുടെ കുലദൈവമാണ്. ഞങ്ങൾ യാചിക്കുക, ദൈവം ഇത് തിരിച്ചു ഒന്നും ഉണ്ടായിരിക്കണോ? ആരോടത്ത് എന്താണോ സംസാരിക്കുന്നത്? വേണ്ട ചേട്ടാ. ഒന്നും ഉണ്ടായിരിക്കണോ? നീ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ്. നീ എവിടെ വന്നിരിക്കുന്ന അറിയോ? ഇത് എന്റെ സ്ഥലം. എന്താണോ നോക്കുന്നേ? എന്റെ കെട്ടിയുള്ള IAS പഠിച്ചെന്നേ ഉള്ളൂ. പക്ഷേ ഈ നാടിന്റെ കളക്ടർ ഞാനാ. മര്യാദയായിട്ട് പറയാ, ഈ അമ്പലത്തിൽ നിന്ന് എടുത്ത സാധനങ്ങളൊക്കെ മര്യാദയ്ക്ക് അകത്ത് വെച്ചോ. ഇല്ലെങ്കിലുണ്ടല്ലോ അല്ലെങ്കിൽ ഒരുത്തനെ ഇവിടുന്ന് ജീവനോടെ പോവില്ല. കാണണോ? രക്തം. അയ്യോ, വെടിവെച്ചല്ലോ. അവര് കൊന്നല്ലോ. ഞങ്ങളെ എതിർക്കുന്നവന്റെ അവസ്ഥ ഇതാ, മനസ്സിലായോ? സംസാരിച്ചോടിക്കുമ്പോ എന്തിനാണോ വെടിവെച്ചത്? അയാൾ എത്ര വലിയ ആളെന്നറിയാവോ? ഇവര് കൊന്നല്ലോ. അയ്യോ, അയ്യോ. തടിയാ, എന്താ ചിരിച്ചോണ്ടിരിക്കുന്നേ? രണ്ടും ചത്തത് അറിയാൻ പാടില്ല ആരും. രണ്ടെണ്ണത്തിന് പാക്ക് ചെയ്യടാ. തിരുമേനി എവിടാ? എടാ സുന്ദര, അയ്യർ ഇവിടുന്ന് ഓടിപ്പോയെന്ന് തോന്നുന്നു. വാടാ, കൊന്നളേ അവനെ. ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ TV ചാനൽ മാത്രമേ പറ്റൂ. അക്രമം നടന്നു, ഇതിനൊരു നീതി വേണം. അയ്യോ, ന്യൂസ് കിട്ടിയേ. എടാ വാടാ, എവിടെ പോയാലും വിടില്ലടാ ഞാൻ നിന്നെ. ഇതൊന്ന് വാടാ എല്ലാം. ഏയ്. വാടാ, വാടാ, വാടാ. ഉജ്ജരി, ഏയ്. എടാ. ഏയ്. ഏയ്, നിക്കടാ. കൊല്ലണേ. എടാ അയ്യരെ, താൻ എവിടെ ഓടുകയോ അയ്യോ, വിട്ടിട്ട് നിന്റെ കൂടെ ഇരുന്ന് പൂജ ചെയ്യണോ? ഞാൻ നിന്നെ കൊല്ലാൻ തന്നെയാടാ വന്നത്. ഏയ്. സാർ, ധർമ്മകർത്തയെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അറസ്റ്റ് വാറന്റ് വാങ്ങിയിട്ട് വരാം സാർ. ഇമ്മീഡിയറ്റ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. പറയട്ടാ. എന്താണോ താനെന്തോന്നും അറിയാത്ത പോലെ? മുൻകൂർ ജാമ്യം എടുത്തോ ഇല്ലയോ? ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. തനിക്കൊക്കെ വലിയ വക്കീലാണെന്ന് പറഞ്ഞു നടക്കാൻ നാണമില്ലടോ. എന്റെ പൊന്നേട്ടാ, ദേഷ്യപ്പെടല്ലേ. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ശരിയാക്കാം. ദേഷ്യപ്പെടാതിന്. ആ 4 പേരെയും കോടതി ഹാജരാക്കാതെ അവന്റെ കസ്റ്റഡി വെച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എവിടെയോ എന്തോ പന്തികേടുണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. നീയാ പറഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? അമ്പലം ട്രസ്റ്റ് ചെയ്യാൻ അവര് പൊക്കിയില്ലേ? അടുത്തത് ആരായിരിക്കും? ഗുഡ് ജോബ്, വെൽ പ്ലേഡ്. എന്താ വേണ്ടേ? നിന്നെ, പിന്നെ പിന്നെ നിന്റെ അനിയനെ, നിന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും. വാറണ്ട് ഉണ്ടോ? ഇവനിത് എങ്ങനെ ഒപ്പിച്ചടാ? അപ്പൊ പോയാലോ? ഓ, ഇത് വല്ലാത്തൊരു പണിയായി പോയല്ലോ. നീ തന്നെ വണ്ടി കയറുന്നു നല്ലത്. ഞാൻ ആരാന്നറിയോ എനിക്ക്? പിന്നടാ, ഏയ്, ആരോടാ നീയൊക്കെ? എന്താ നിന്റെയൊക്കെ വിചാരം? വെൽക്കം മിസ്റ്റർ ഇന്ദ്രവർമ്മൻ. എന്റെ ആരംഭം തൊട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് വരെ എല്ലാം നീ കാരണമാടി. നിന്നെ വെറുതെ വിടില്ല. മോശം ആൾക്കാർക്ക് ഞാൻ എപ്പോഴും ശത്രുവാണ്. എന്താടാ? ഏയ് DSP, എന്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിട്ട് നീ എന്നോട് കളിക്കാൻ നിൽക്കല്ലേ? എന്താടാ ഇത് നിന്റെ സ്ഥലം വിചാരിച്ചോ? ഇത് പോലീസ് സ്റ്റേഷനാ. കൂടുതൽ ഒച്ച വേണ്ട. പറഞ്ഞ മനസ്സിലാവില്ലേ? അവിടെ പോയിരിക്കണം.
ചേട്ടാ എന്താ ഇതിനെ പറ്റിയേ? കവട് ഇത്ര ചുമന്നിരിക്കുന്നു. എന്താടാ? ഒന്നുമില്ല. ദിലീപ്, കോർട്ടിൽ കൊണ്ടുവരേണ്ട വണ്ടി അറേഞ്ച് ചെയ്യേ. ഓക്കെ സാർ. മോശം ആൾക്കാർക്ക് ഞാൻ എപ്പോഴും ശത്രുവാണ്. സത്യസന്ധനായ DSP, സത്യസന്ധനായ ഇൻസ്പെക്ടർ. അറിഞ്ഞുകൊണ്ട് തന്നെ എന്നെ എന്റെ ചേട്ടനെ കൂടെ പോക്കി നിങ്ങള് വിടത്തില്ല ഞാൻ. എന്താടാ, നീ എന്നെ വിടത്തില്ലേ? നീ ആരാണെന്നോ ആരുടെ ബാക്കിലോട്ടാണ് സംസാരിക്കുന്നോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. നീ ആരായാലും ഈ കേസിന് രക്ഷപ്പെടും. നോക്ക്, ഞാൻ പറഞ്ഞിട്ട് തന്നെ ചെയ്യാം. നിങ്ങളുടെ ആളുകൾ ഓരോരുത്തരായിട്ട് ചാവും. കാണുന്നോ? ആദ്യത്തെ വിളി നീ നാളെ കേൾക്കും. പോയി തരത്തി കളിക്കടാ, പോടാ. DSP, ഡേയ് പോടാ. എടേ നിനക്ക് വെച്ചിട്ടുണ്ട്.